ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളെപ്പോഴും ഡെയിനിമൽ ലൈഫും അതേപോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഇതൊക്കെ കാണുന്നത്. ഞാനപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെ ദിവസം ബാക്ക് ടു ഹോം ചെയ്യാമെന്ന് വിചാരിച്ചു, ബാക്ക് ടു സ്റ്റേ. അപ്പോൾ ഞാൻ തിരിച്ച് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ ഇത്ര നേരത്തൊന്നും ഇറങ്ങാറില്ല. ഇന്ന് ഭയങ്കര മൂഡി ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ വളരെ വിശപ്പും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ കുറേ കൂടെ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്, കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലോറ് അപ്സ്റ്റേഴ്സിൽ മുകളിലാണ്, സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ തിരിച്ച് താഴേക്ക് ഇറങ്ങി ഞാൻ ഊബർ ബൈക്സ് അല്ലെങ്കിൽ റാപ്പിഡോ ബൈക്സാണ് എടുക്കുക. കാരണം ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഊബർ ഓട്ടോസ് ആണെങ്കിലും ക്യാബൊക്കെ എടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ലേറ്റ് ആവും, ഭയങ്കര ബിസി ആവും. പക്ഷേ റീച്ച് ചെയ്യാൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റാപ്പിഡ് ഓട്ടോസും ബൈക്സൊക്കെ ആണെങ്കിലും. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത റാപ്പിഡോ ബൈക്ക് എത്തി തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലാവും അത്യാവശ്യം നല്ല ബിസിയാണ്. പക്ഷേ കുറച്ചും കൂടെ ലേറ്റ് ആവുന്നതനുസരിച്ച് ട്രിവാൻഡ്രം സിറ്റി ഭയങ്കര ബിസി ആവും. കാണാനും ബ്യൂട്ടിഫുള്ളാണ്, അതോടൊപ്പം തന്നെ നല്ല തിരക്കുമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് തിരക്ക് കുറഞ്ഞ സമയത്ത് പോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത്. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ആർട്സ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, നിയമസഭയുടെ വിഷ്വൽസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് ഇപ്പോൾ അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ സ്റ്റേക്കേഷനിലേക്ക് എത്തി. അപ്സ്റ്റേഴ്സിലാണ് എൻ്റെ അപ്പാർട്ട്മെൻ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ റീച്ച് ഔട്ട് ചെയ്തു. ഇനിയൊന്ന് ഫ്രഷ് ഔട്ടായിട്ട് കുക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുക്കിങ്ങിലേക്കൊക്കെ കിടക്കണം. ഇതാണ് എൻ്റെ ചുറ്റുപാടുകൾ. ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ കാണാൻ നല്ല രസമാണ് ശരിക്കും. ഒരുപാട് നമുക്ക് സിറ്റിയിലേക്ക് നിൽക്കുന്ന ഒരു ഫീലൊന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്തേക്കും സിറ്റിയിൽ നിന്നും തിരിച്ചൊരു ഹോംലി ഫീൽ തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞുണ്ടാവുന്നത്. ഇനി നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ഔട്ടായിട്ട് നേരെ കിച്ചണിലേക്ക് പോകണം. നല്ല വിശപ്പുണ്ട്, കുക്ക് ചെയ്യണം. അപ്പോൾ തിരിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ വന്നപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കണമെന്നായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എഗ് ബിരിയാണി എന്നുള്ളത് ഞാൻ എഗ് ഫ്രൈഡ് റൈസിലേക്ക് ഒതുക്കി. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ തിരിച്ച് കിച്ചണിലേക്ക് പോകണം. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിൽ പോയി എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്കൊക്കെ കിടക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. നമ്മൾ സാധാരണ ഈ ബസ്മതി അരീസും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബിരിയാണി അരീസ്, നെയ്ച്ചോറ് അരി, ഇതൊക്കെ കൊണ്ട് ആൾക്കാർ എഗ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്തത് ജീരകശാല അരിയാണ്, പെട്ടെന്ന് വേവും. ഇവിടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് താമസമൊക്കെ എടുക്കും. അതേപോലെ എൻ്റെ വളരെ പാവപ്പെട്ട മിനിമൈസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, ഫ്രൈഡ് റൈസാണ്, എഗ് ഫ്രൈഡ് റൈസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ബ്രൗണി എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനം വാങ്ങിക്കഴിക്കും. അതാണ് പ്രത്യേകത. പിന്നെ ഞാൻ അരി വേവാൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം വേവാൻ കുറച്ച് ഇൻഡക്ഷൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അരി വേവാനൊക്കെ. അപ്പോൾ ഞാൻ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഈ ഒരു പഴവും എടുത്ത് ഞാൻ പുറത്തേക്ക് വന്നിരുന്നു. സാധാരണ ഈ ഒരു ടൈമൊന്നും എനിക്കിവിടെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ സമയത്ത് ഞാൻ പുറത്ത് വന്നിരുന്നിട്ടാണ് ഇതൊരു പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. തിരിച്ചൊരു നമ്മൾ സിറ്റിയിൽ നിന്ന് ഹോംലി ഫീലിലേക്ക്, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ അടുത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ആളുകളിങ്ങനെ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അതുവഴിയൊക്കെ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരു നാട്ടിൻപുറം ഫീല്, സിറ്റിക്കകത്തെ ഒരു നാട്ടിൻപുറം ഫീല് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ കോളേജസ് ആണെങ്കിലും വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ എല്ലാവരും ആ ഒരു സമയത്ത്, ആ ഒരു ഈവനിങ്ങോടെ പോകുന്നൊരു ടൈമൊക്കെ കൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞു, അരിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഞാൻ തിരിച്ച് എഗ് ഫ്രൈഡ് റൈസിനുള്ള മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജിഞ്ചറാണ് ഇടുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാവും. അതിനുശേഷം ഓണിയൻ ആഡ് ചെയ്തു, കുറച്ച് സവാള. എനിക്ക് മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാണുമ്പോൾ ഒന്ന് വിചാരിക്കേണ്ടത്, ഉണ്ടായി വരുമ്പോഴത്തേക്കും മസാലാസ് കുറവായിരിക്കും. ഇനി ഇതൊന്ന് ബ്രൗൺ ആയിട്ട് വരണം. ഒരു ഭയങ്കര ബ്രൗൺ ഒന്നുമല്ല, പക്ഷെ ഒന്ന് വഴണ്ട് കുറച്ചൊരു ബ്രൗൺ ആവുമ്പോഴാണ് നമുക്കതിനകത്തിലേക്ക് ഇനി തക്കാളി മസാലാസൊക്കെ ആഡ് ചെയ്യാനുള്ളത്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഫ്ലെയിം കുറച്ചാണ് വെച്ചിട്ടുള്ളത് ഇൻഡക്ഷനിൽ.
ഇനി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ എപ്പോഴുള്ള ടിപ്സാണ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെട്ടെന്ന് വഴണ്ട് വരും എന്നുള്ള വിശ്വാസത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിശ്വാസമൊന്നുമല്ല, പെട്ടെന്ന് വഴണ്ട് വരും. അങ്ങനെ അതിനുശേഷം വഴണ്ട് വന്നു, ഏകദേശം ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്തു. ചിലർക്ക് തക്കാളി ഭയങ്കര ജ്യൂസി ആയിട്ട് അതിൽ മിക്സ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. എനിക്ക് പക്ഷേ അങ്ങനെ ജ്യൂസി ആയിട്ട് കുറച്ചൊന്നും നല്ല രീതിയിൽ അതിൽ പിടിച്ച് ആ ഒരു സവാളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നതാണ് ഇഷ്ടം. അതിനുശേഷം ഞാനതിനകത്ത് പെപ്പറും ഗരം മസാലയും എഗ്ഗും ഒക്കെ ആഡ് ചെയ്തു. അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി, കാരണം അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ചൂട് പെട്ടെന്ന് കയറുന്നത് കൊണ്ട് തന്നെ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് മസാലാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പെപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെപ്പർ. ചിലർക്ക് മുളക് ബാക്കി ആ ഒരു എരിവായിരിക്കും ഇഷ്ടം. എനിക്ക് പക്ഷെ പെപ്പറിൻ്റെ എരിവ് കൂടിയ പ്രശ്നമില്ല. ഈ പെപ്പർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമേ ഇട്ടിരുന്നു, അതിനുശേഷം വീണ്ടും ഞാൻ ഈ പെപ്പർ ഇടുന്നത് എനിക്ക് അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് ആ ഒരു പെപ്പർ കുത്തുന്നതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. മുളക് പൊടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ കൂടുതലായിട്ടും എനിക്ക് ഓവർ മസാലാസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് ആയിരിക്കും ഇത്. അതിനുശേഷം ഞാനിതിലേക്ക് അരി ആഡ് ചെയ്തു. അരിയല്ല, ചോറ്. അപ്പോൾ ഇതിൽ വേവിച്ച് വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു ഇതിലിരിക്കുന്നത്. വളരെ മസാലാസ് ഒന്നും ഇല്ലാത്തത് ഒരു സിമ്പിൾ പാവപ്പെട്ട ബിരിയാണിയല്ല, സോറി, എഗ് ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇതിനെ മുട്ട ചോറ് എന്നൊക്കെ പറയും, ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എൻ്റെ അടുത്ത് വെജിറ്റബിൾസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്തേനെ. എനിക്കിതിൻ്റെ കൂടെ തൈരും അച്ചാറും പെയർ ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ്, അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ കുക്ക് ചെയ്തെന്നെങ്കിലും ഇടയ്ക്ക് ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ശരിക്കും കഴിക്കാനെടുത്തപ്പോൾ തന്നെയാണ് ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാവപ്പെട്ട ബിരിയാണിന്നോ പാവപ്പെട്ട ഫ്രൈഡ് റൈസെന്നോ മുട്ടച്ചോറെന്നൊക്കെ നമുക്ക് തന്നെ വിളിക്കാൻ പറ്റും. എൻ്റെ എഗ് ഫ്രൈഡ് റൈസ് വളരെ ഞാൻ ഇട്ട പോലെ തന്നെ നല്ല രീതിയിൽ ആ ഒരു പെപ്പറിൻ്റെ ഫ്ലേവറുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും അതിൽ എടുത്ത് നന്നായിട്ട് തോന്നിയത്. കാരണം പെപ്പർ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്പർ അതിൻ്റെ ടേസ്റ്റാണ് കൂടുതലെടുത്ത് നിൽക്കുന്നത്. അതേപോലെ ഈ ഒരു തൈരിൻ്റെയും അച്ചാറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇതാണ് എൻ്റെ ബുക്ക് പുര എന്ന് പറയുന്നത്. കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം കുറച്ച് ബുക്സ് മാത്രമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് പകുതി വെച്ചിട്ടുള്ളതുകൊണ്ട് വായിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് എനിക്ക് പണ്ട് പഠിക്കാനുള്ള ബുക്കായിരുന്നു. ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും എനിക്ക് വായിച്ച ബുക്ക് പിന്നെയും വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനെ വായിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല, ഒരു തവണ വായിക്കുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ തവണ വായിക്കുന്നത്. ഓരോ തവണ വായിക്കുമ്പോഴും അതിൻ്റെ കൂടുതൽ ഒരു മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും, ഫൈൻഡിങ്സ് ആണെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ ഇനിയും വായിക്കാനുള്ളതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ബുക്ക് വായിക്കുക, ഉറങ്ങുക, ഇതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. എല്ലാ ദിവസവും മാക്സിമം ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസം ഇങ്ങനെ ലേറ്റായിട്ട്, എല്ലാ ദിവസത്തെയും ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊന്നുമല്ല, ചില ദിവസമൊക്കെ വിട്ടു പോകാറുണ്ട്. ഇന്നത്തെ ഒരു ബാക്ക് ടു ഹോം ഇങ്ങനെയാണ്, ലേറ്റായിട്ടാണ് പലപ്പോഴും വരാറുള്ളത്. കുക്കിംഗ് രീതികൾ എല്ലാം പല ദിവസത്തെയും ഡിഫറെൻ്റാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഓക്കെ, ബൈ. ഇനി മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം.